നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയയിലേക്ക് സ്വാഗതം. ഇന്നു നമുക്ക് രാമായണ കഥകളുടെ അടുത്ത ഭാഗം കേട്ടാലോ? അഥവാ കൂട്ടുകാർ ഇതിനു മുന്നേയുള്ള ഭാഗം കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തേത്. വലിയ കടൽ കടന്ന് ഹനുമാൻ ലങ്കയിലെത്തി. രാമന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഹനുമാൻ തയ്യാറായിരുന്നു. ലങ്കയിൽ ആരും കാണാതെ ഒളിച്ചു കയറാൻ ഹനുമാൻ തൻ്റെ ശരീരം ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ചെറുതാക്കി. രാവണന്റെ രാജ്യമായ ലങ്ക വളരെ വലുതും മനോഹരവുമായിരുന്നു. വലിയ കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ നഗരത്തിൽ രാക്ഷസന്മാരാണ് താമസിച്ചിരുന്നത്. അവർ എല്ലാവരും ഉറങ്ങുമ്പോൾ ഹനുമാൻ പതിയെ നടന്നു. ഹനുമാൻ സീതയെ തേടി ലങ്കയിലെ എല്ലാ സ്ഥലങ്ങളിലും പോയി. വലിയ കൊട്ടാരങ്ങൾ, ഉദ്യാനങ്ങൾ, രാക്ഷസന്മാരുടെ വീടുകൾ, അങ്ങനെ എല്ലായിടത്തും ഹനുമാൻ സീതയെ തിരഞ്ഞു. പക്ഷേ സീതയെ കണ്ടെത്താൻ ഹനുമാന് കഴിഞ്ഞില്ല. അയ്യോ, ഞാൻ എവിടെയാണിനി സീതയെ തിരയേണ്ടത്? ഹനുമാൻ വിഷമിച്ചു. രാമന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ പോയാലോ എന്ന് ഹനുമാൻ ഭയന്നു. അങ്ങനെ തിരച്ചിലിനിടെ ഹനുമാൻ ഒരു മനോഹരമായ പൂന്തോട്ടം കണ്ടു. അതിൻ്റെ പേര് അശോകവനം എന്നായിരുന്നു. ഒരുപക്ഷെ സീത ഇവിടെയുണ്ടാകാം, ഹനുമാൻ മനസ്സിൽ പറഞ്ഞു. ഹനുമാൻ ഒരു മരത്തിൻ്റെ ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന് താഴേക്ക് നോക്കി. അപ്പോൾ അതാ അവിടെ ഒരു മരത്തിനടിയിൽ വളരെ വിഷമിച്ച് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ലളിതമായ വസ്ത്രം ധരിച്ചിരുന്നു. അവളാകട്ടെ രാക്ഷസികളെപ്പോലെ ഒന്നുമായിരുന്നില്ല. ആ സ്ത്രീയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഹനുമാന് മനസ്സിലായി അത് സീതയാണെന്ന്. ഹനുമാന് വളരെ സന്തോഷമായി. അപ്പോൾ രാവണൻ അശോകവനത്തിലെത്തി. അവൻ സീതയോട് പറഞ്ഞു, സീതേ, എൻ്റെ ഭാര്യയാവുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ വേദനിപ്പിക്കും. രാവണൻ തൻ്റെ വാളെടുത്ത് സീതയെ ഭീഷണിപ്പെടുത്തി. പക്ഷേ സീത ഒട്ടും പേടിച്ചില്ല. രാവണ, ഞാൻ രാമന്റെ ഭാര്യയാണ്. എനിക്ക് നിന്നെ ഒന്നും പേടിയില്ല. രാമൻ വരുമ്പോൾ നിന്നെ കൊല്ലും, സീത ധൈര്യത്തോടെ പറഞ്ഞു. ഇതു കേട്ട് രാവണൻ കോപത്തോടെ തിരിച്ചുപോയി. ഹനുമാൻ മരത്തിൻ്റെ ഇലകൾക്കിടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സീത രാമന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഹനുമാന് മനസ്സിലായി. സീതയെ കണ്ടെത്തിയപ്പോൾ ഹനുമാന് വലിയ സന്തോഷമായി. പക്ഷേ ഹനുമാൻ പെട്ടെന്നൊന്നും താഴേക്ക് പോയില്ല. ഞാനൊരു കുരങ്ങനാണ്, എന്നെ കണ്ടാൽ സീത പേടിച്ചാലോ എന്ന് ഹനുമാൻ ചിന്തിച്ചു. ഹനുമാൻ ഒരു ഉപായം കണ്ടുപിടിച്ചു. രാമൻ സീതയ്ക്ക് നൽകിയ ഒരു മോതിരം ഹനുമാന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഹനുമാൻ ആ മോതിരം പതിയെ മരത്തിൽ നിന്ന് താഴേക്കിട്ടു. മോതിരം സീതയുടെ മടിയിൽ വീണു. സീത മോതിരം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അത്ഭുതത്തോടെ അവൾ മോതിരം തിരിച്ചും മറിച്ചും നോക്കി. രാമന്റെ മോതിരം, ഇതെങ്ങനെ ഇവിടെ എത്തി? സീത വിചാരിച്ചു. അപ്പോൾ മരത്തിനു മുകളിൽ നിന്ന് മൃദുവായ ഒരു ശബ്ദം കേട്ടു. അമ്മേ, ഞാൻ രാമന്റെ ദൂതനാണ്, ഹനുമാൻ പറഞ്ഞു. സീത മുകളിലേക്ക് നോക്കി. ഹനുമാനെ കണ്ടപ്പോൾ ആദ്യം അവളൊന്ന് പേടിച്ചു. ഹനുമാൻ വേഗം താഴേക്ക് വന്നു. രാമന്റെ കഥകൾ പറഞ്ഞു. രാമൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. രാവണനെ തോൽപ്പിച്ച് നിങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹം ഉടനെ വരും, ഹനുമാൻ പറഞ്ഞു. ഇതു കേട്ടപ്പോൾ സീതയ്ക്ക് വലിയ സന്തോഷമായി. രാമൻ തന്നെ മറന്നില്ലെന്ന് സീതയ്ക്ക് മനസ്സിലായി. സീത തൻ്റെ തലയിലെ ഒരു ആഭരണം ഹനുമാന് കൊടുത്തു. ഇത് രാമന് കൊടുക്കണം, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയണം, സീത പറഞ്ഞു. ഹനുമാൻ സീതയെ ആശ്വസിപ്പിച്ചു. അമ്മേ, ഞാൻ ഇവിടെയുണ്ട്, വിഷമിക്കേണ്ട, രാമൻ ഉടൻ വരും, ഹനുമാൻ പറഞ്ഞു. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ തുടർച്ച നമുക്ക് മറ്റൊരു ഭാഗത്തിൽ കേൾക്കാം. അതുവരേക്കും ഗുഡ് ബൈ.